എറണാകുളം സെഷൻസ് കോടതിയിൽ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. വിവരങ്ങളുമായിട്ട് സാലി ചേരുന്നുണ്ട്. സാലി, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്കാണോ എത്തിച്ചേർന്നിരിക്കുന്നത് ദിലീപ് അടക്കമുള്ളവർ? മനു, അങ്ങനെ ഒരു തീരുമാനം, അതായത് ജില്ലാ കോടതി തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അതേ കാരണം തന്നെ. കാരണം ഏതെങ്കിലും കാരണവശാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പോലീസിന് കഴിയും. അപ്പോൾ നേരെ ഹൈക്കോടതിയിൽ പോകുന്നതിന് പകരം ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടിൽ ചെന്നാൽ, ജില്ലാ കോടതിയിൽ ചെന്നാൽ അവിടെ തള്ളിയാൽ ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായിരിക്കും മുൻകൂട്ടി കാണുക. ഏതായാലും കോടതിയെ സമീപിക്കാം എന്ന ഒരു പൊതുധാരണയിൽ ഇവരെത്തിയിട്ടുണ്ട്. നേരെ ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്ന് തിരിച്ചടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് ജില്ലാ കോടതിയിൽ എത്തുകയും ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചാൽ അത് വലിയ നേട്ടമാകും, മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ. എന്നാൽ ജില്ലാ കോടതി തള്ളിയാലും ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം ഹൈക്കോടതിയിൽ ഒരു ജില്ലാ കോടതി വിധിക്കെതിരെ ആയി ഒരു അപ്പീലും ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമർപ്പിക്കാൻ കോടതിയെ സമീപിക്കാൻ കഴിയുമെന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാവാം ജില്ലാ കോടതി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രമുഖരായ രണ്ട് അഭിഭാഷകരാണ് ഇപ്പോൾ ദിലീപിനും നാദിർഷയ്ക്കും വേണ്ടി രംഗത്തുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായ രണ്ട് അഭിഭാഷകർ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ അഭിഭാഷകരാണ് രംഗത്തെത്തിയിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഒരു പക്ഷേ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇരുവരും സമീപിക്കുമെന്നുള്ളതാണ്. അത് പല കാരണങ്ങളാൽ ആ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി തള്ളിയാൽ അത് വലിയ തിരിച്ചടിയാകും. മറ്റൊന്ന് ഇവരാലോചിച്ചത് ദിലീപ് നൽകിയ പരാതിയിൽ FIR എടുക്കാത്ത പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുക എന്നുള്ളതായിരുന്നു. അത് പോലീസിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ഇടയാക്കും. അങ്ങനെ ഒരു പ്രകോപനം ഇപ്പോൾ പോലീസിനെതിരെ നടത്തേണ്ടതില്ല, അത് ബുദ്ധിപരമല്ല എന്നും ഈ കൂടിയാലോചനകളിൽ നിയമോപദേശകർ വിവരം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് പിന്നീടുള്ളത് തൊട്ടു താഴെയുള്ള കോടതിയായ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ആ സെഷൻസ് കോടതിയെ സമീപിച്ച് അത് അനുകൂലമായാലും അനുകൂലമായാൽ അത് ഗുണകരമാകും, പ്രതികൂലമായാൽ ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സെഷൻസ് കോടതിയെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് തന്നെ സമർപ്പിച്ചേക്കും, അല്ലെങ്കിൽ നാളെ സമർപ്പിക്കും. അതായത് രണ്ട് സാധ്യതകളാണ് ഈ കാര്യത്തിൽ ആരോപണ വിധേയരായ ദിലീപ് അടക്കമുള്ളവർ കാണുന്നത്. കീഴ്ക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ, ഇനി അതല്ല ജാമ്യം കിട്ടിയില്ല, അവിടെ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ വളരെ വേഗത്തിൽ മേൽക്കോടതിയിലെ സമീപിക്കാം എന്നൊരു നിഗമനത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. മനു, തീർച്ചയായും വളരെ ബുദ്ധിപൂർവമായ ഒരു സമീപനമാണ് അത് എന്ന് തന്നെ നിയമോപദേശകർ പറയുന്നത്. കാരണം ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ഹൈക്കോടതിയിൽ തള്ളിയാൽ സ്വാഭാവികമായും പോലീസിന് അതൊരു പച്ചപ്പൊടിയാണ്. ഏത് നടപടിയിലേക്കും പോലീസ് കടക്കും. പോലീസിന് ഈ തെളിവുകൾ കൂട്ടിയിണക്കുന്നതിൽ ഉള്ള ഒരു പ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഗൂഢാലോചന പോലെയുള്ള ഒരു കേസ് ഇത്ര പ്രമുഖനായ ഒരു നടനെതിരെ ചുമത്തുമ്പോൾ, അല്ലെങ്കിൽ അത് നടപടിയിലേക്ക് അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് വേണം, അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പോലീസിന്റെ തലപ്പത്തുള്ള നിഗമനം. അതുകൊണ്ടാണ് അവരിങ്ങനെ അമാന്തിച്ചു നിൽക്കുന്നത്. പക്ഷേ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും അത് തള്ളുകയും ചെയ്താൽ പോലീസിന് വലിയ സൗകര്യങ്ങൾ കിട്ടും. പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കടക്കാൻ പോലീസിന് സഹായകരമാകും. പിന്നെ സുപ്രീം കോടതിയിൽ പോകുക തുടങ്ങിയ നൂലാമാലകൾ പിടിച്ച നടപടികളാണ് പിന്നീട് നടക്കുക. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തൊട്ടു താഴെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ അത് തള്ളിയാലും തള്ളാതിരുന്നാലും അനുവദിച്ചാലും ഗുണകരമാണ്. കാരണം അനുവദിച്ചാൽ രക്ഷപ്പെട്ടു, തൽക്കാലത്തേക്കെങ്കിലും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിൽ നിന്ന്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും ഒഴിവാകാം. ഇനി തള്ളിയാൽ തൊട്ട് ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം ഹൈക്കോടതിയിൽ ഇതിന്